സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Elevated serum ferritin, decreased serum iron, and percentage transferrin saturation are most consistent with the diagnosis of. സെറം ഫെറിറ്റിൻ്റെ ലെവൽസ് കൂടുതലാണ്, പക്ഷേ സെറം അയണും ട്രാൻസ്ഫെറിൻ സാച്ചുറേഷനും കുറവാണ്. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അത് വരുന്നത്? IDA, തലാസീമിയ, അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ആൻഡ് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. സി. സി. ഡൗട്ട് ഇല്ലല്ലോ. ഐഡിയയിൽ സെറം ഫെറിറ്റിൻ എങ്ങനെയായിരിക്കും? അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ കുറവായിരിക്കും. ഓക്കെ. Then second one, which of the following is classified as a hyperproliferative anemia with a high reticulocyte count? Hyperproliferative anemia with a high reticulocyte count. PNH എന്ന് പറഞ്ഞാൽ പാരോക്സിസമൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ, പിന്നെ ഫാങ്കോണീസ് അനീമിയ, തലാസീമിയ ആൻഡ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. ഫാങ്കോണീസ് അനീമിയ എന്തായിരുന്നു? ഫാങ്കോണീസ് അനീമിയ പാൻസൈറ്റോപീനിയയിൽ നമ്മളൊരു ഫോം പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അവിടെ എന്തായാലും ഹൈപ്പർ പ്രൊലിഫറേഷൻ ഉണ്ടാവില്ലല്ലോ. ഏത് ആൻസർ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ. ഓപ്ഷൻ എ എന്തുകൊണ്ടാണ്? സാധാരണ ഈ ഹൈ റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് ഏത് അനീമിയായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും വരുന്നത്? ഏത് അനീമിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്? റെട്ടിക്കുലോസൈറ്റ് കൂടുതലായിട്ടും വരുന്നത് ഹീമോളിറ്റിക് അനീമിയയുടെ കേസിൽ. ഹീമോളിറ്റിക് അനീമിയ അതുപോലെ ബ്ലീഡിംഗ് ഒക്കെ വരുന്ന കണ്ടീഷൻസിലാണ് നമുക്ക് ഈ ഹൈ റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് ഉണ്ടാവുന്നത്. പരോക്സിസ്മൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ നമ്മൾ ഹീമോളിറ്റിക് അനീമിയയിൽ പഠിച്ചതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഹൈപ്പർ പ്രൊലിഫറേറ്റീവ് അനീമിയ വിത്ത് എ ഹൈ റെട്ടിക്കുലോസൈറ്റ് കൗണ്ട്. So next question, RDW is an indication of which of the following? RDW എന്ന് വെച്ചാൽ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആണെന്നാണ് ചോദ്യം. അനൈസോസൈറ്റോസിസ്, പോയിക്കിലോസൈറ്റോസിസ്, മാക്രോസൈറ്റോസിസ്, മൈക്രോസൈറ്റോസിസ്. ഏതാണ് ആൻസർ അറിയാമോ? അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എങ്ങനെയായിരുന്നു? കൂടുതലാണോ കുറവാണോ? ഹൈ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് RDW എന്തിന്റെ ഇൻഡിക്കേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനൈസോസൈറ്റോസിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ. അനൈസോസൈറ്റോസിസ് അതായത് നമ്മുടെ RBCന്റെ സൈസ് എത്രത്തോളം ചേഞ്ച് ആവുന്നു അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ RDW. Okay, in thalassemia, this RDW can be normal or it can be decreased. Okay, അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. Which of the following is associated with a normal free erythrocyte protoporphyrin levels? Which of the following is associated with a normal free erythrocyte protoporphyrin levels? IDA, thalassemia, anemia of chronic disease, sideroblastic anemia.
ഡോക്ടർ ചാറ്റില് ഡി ആൻസർ പറഞ്ഞിട്ടുണ്ട് ഒരാള്. ചാറ്റ് ഞാൻ കാണുന്നില്ല. ഓക്കെ, സോ ആൻസർ ഈസ് ബി. ഓക്കെ, തലാസീമിയാണ് അതിന്റെ ആൻസർ. ഓക്കെ, അത് അതിന്റെ ഒരു ഫീച്ചറാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നോർമൽ ഫ്രീ എറിത്രോസൈറ്റ് പ്രോട്ടോകോളിഫൈഡ് ലെവൽസ്. അത് തലാസീമിയയിലാണ് അത് കാണുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ഇൻ അതർ ഫോംസ് ഓഫ് മൈക്രോസൈറ്റിക് അനീമിയ. ഓക്കെ, മറ്റ് മൈക്രോസൈറ്റിക് അനീമിയയുടെ എക്സാമ്പിൾസ് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. തലാസീമിയ, അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ, ലെഡ് പോയ്സണിങ്, സിഡറോപ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, അപ്പോൾ ഇത് ബാക്കി മൈക്രോസൈറ്റിക് അനീമിയാസിൽ ഇത് ഇൻക്രീസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ദിസ് ഇസ് നോർമലി തലാസീമിയ. So next question, anemia of chronic disease can be differentiated from iron deficiency anemia by. അതിലെ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഫെറിറ്റിൻ ലെവൽസും എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ എന്താ, ഡിക്രീസ്ഡ് സാച്ചുറേഷൻ ആൻഡ് ഡിക്രീസ്ഡ് സെറം അയൺ, ഡിക്രീസ്ഡ് ഫെറിറ്റിൻ ആൻഡ് ഇൻക്രീസ്ഡ് എറിത്രോസൈറ്റ് പ്രോട്ടോപോർഫൈറിൻ. ഒരു സെക്കൻഡ്. സോറി, എന്തായിരുന്നു ആൻസർ പറഞ്ഞത്? ഒരു മിനിറ്റ്. ഓക്കെ, ബി അല്ലേ ആൻസർ പറഞ്ഞത്. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിന് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നിന്ന് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നായിരുന്നു ചോദ്യം. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതുപോലെ ഫെറിറ്റിൻ ലെവൽസ് ABCDയോ? ഓക്കെ, ഫെറിറ്റിൻ ലെവൽസ് കൂടുതലായിരിക്കും. അയൺ ഡെഫിഷ്യൻസി അനീമിയയിലെ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എങ്ങനെയാണ്? കൂടി നിൽക്കും. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. സോ ഹൈപ്പോക്രോമിക് അനീമിയ വിത്ത് രണ്ടും ഹൈപ്പോക്രോമിക് അനീമിയയിൽ വരുന്നതാണ്. രണ്ടിലും സെറം അയൺ കുറവാണ്. പക്ഷെ അയൺ ഡെഫിഷ്യൻസി അനീമിയക്കകത്ത് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഇൻ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഇറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ, Menser index more than 13 suggests a diagnosis of iron deficiency anemia, thalassemia, hereditary spherocytosis, and autoimmune hemolytic anemia. ഇത് കേട്ടിട്ടുണ്ടോ? എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. മെൻസർ ഇൻഡെക്സ്, ഇതിന്റെ ആൻസർ IDA ആണ്. മെൻസർ ഇൻഡെക്സ് വിൽ ബി മോർ ദാൻ 13 ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ. സോ ഇതിന്റെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MCV, നമ്മുടെ മീൻ കോർപ്പസ്കുലർ വോളിയം ഡിവൈഡഡ് ബൈ RBC കൗണ്ട്, അതാണ് നമ്മൾ മെൻസർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. MCV ഡിവൈഡഡ് ബൈ ടോട്ടൽ RBC. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഡെഫിഷ്യൻസി അനീമിയയും തലാസീമിയയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. സോ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 13 നമുക്ക് തലാസീമിയയും, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 13 അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും നമ്മൾ പറഞ്ഞത് MCV ഡിവൈഡഡ് ബൈ RBC കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടിൻ്റെ അകത്തും MCV കുറവാണ്. അതുകൊണ്ടാണ് രണ്ടും മൈക്രോസൈറ്റിക് അനീമിയയുടെ കൂട്ടത്തിൽ വരുന്നത്. അപ്പോൾ തലാസീമിയുടെ കേസിൽ ഓർക്കാനുള്ള ഒരു കാര്യം, ഈവൻ ദോ ദെയർ ആർ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, ദ RBC കൗണ്ട് ക്യാൻ ബി നോർമൽ ഓർ ഈവൻ ഹൈ. ഓക്കെ, RBC കൗണ്ട് അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ്, അവിടെ തലാസീമിയയുടെ പെത്തോളജി എന്തായിരുന്നു? തലാസീമിയ എന്തായിരുന്നു അതിൻ്റെ അകത്ത് വരുന്ന പെത്തോളജി എന്തായിരുന്നു? ഗ്ലോബിൻ ചെയിനിലായിരുന്നു ഡിഫക്റ്റ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ RBC നമ്പറിൽ ചിലപ്പം വലിയ വേരിയേഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പൊ അതുകൊണ്ടാണ്
RBC count can be normal or even high. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മുടെ Menser index will be less than 13 in thalassemia എന്ന് പറയുന്നത്. So it will be greater than 13 in iron deficiency anemia. Okay. So next question, a patient with anemia has the following indices. Okay. അപ്പോൾ ഇങ്ങനെയും ചിലപ്പം ചോദിക്കാം നമുക്ക് MCV ഇതിൻ്റെയൊക്കെ നോർമൽ റേഞ്ച് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെയും വാല്യൂസ് വെച്ചുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, MCV 60, അത് നോർമലാണോ? MCV 60 നോർമലാണോ? നോർമൽ അല്ല. ഒരു 79 തൊട്ടൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. 100 എബോവ് പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മാക്രോസൈറ്റ്. ഓക്കെ, അപ്പോൾ MCV ഇവിടെ കുറവാണ്. അപ്പോൾ അതൊന്ന് മൈക്രോസൈറ്റ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഹീമോഗ്ലോബിൻ 5 gram പെർസെൻറ്റേജേ ഉള്ളൂ. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണ്. സോ മൈക്രോസൈറ്റിക് അനീമിയ എന്ന് മനസ്സിലായി. MCHC ഈസ് ഓൾസോ 20, അപ്പോൾ അതും കുറവാണ്. ഓക്കെ, സോ ദ മോസ്റ്റ് ലൈക്ലി കോസ് ഓഫ് ദിസ് അനീമിയ ഈസ് ഇത് ഏത് അനീമിയ ആയിട്ട് വരും? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ആണ്. അപ്പൊ അതിന്റെ ഏതാണ്? ഹുക്ക്വാം ഇൻഫെക്ഷൻ അല്ലെ? ഹുക്ക്വാം ഇൻഫെക്ഷൻ ആണ് ഇതിന്റെ കാരണമായിട്ട് വരുന്നത്. So next, which of the following best represent the sequence of events in iron deficiency anemia? Iron deficiency anemia ഈവൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. അനൈസോസൈറ്റോസിസ് ആണോ ആദ്യം, മൈക്രോസൈറ്റോസിസ് ആണോ, ഹൈപ്പോക്രോമിയ ആണോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു സീക്വൻസ്? അറിയാമോ അതിന്റെ ആൻസർ? എ ആണ് ആൻസർ കേട്ടോ. അനീസോസൈറ്റോസിസ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. ദാറ്റ് വിൽ ബി ലീഡിങ് ടു മൈക്രോസൈറ്റോസിസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഹൈപ്പോക്രോമിയ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അനീസോസൈറ്റോസിസ്, മൈക്രോസൈറ്റോസിസ് ആൻഡ് ഹൈപ്പോക്രോമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പേഷ്യന്റ് പ്രസൻസ് വിത്ത് ഇൻക്രീസ്ഡ് സെറം അയൺ. അയൺ കൂടുതലാണ്, പക്ഷെ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറവാണ്. അതുപോലെ പെർസെൻറ്റേജ് സാച്ചുറേഷനും കൂടുതലാണ്, സെറം ഫെറിറ്റിൻ ലെവൽസും കൂടുതലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഏത് അനീമിയ ആയിരിക്കാം? അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിലെ സെറം ഫെറിറ്റിൻ ലെവൽസ് എങ്ങനെയായിരുന്നു? കൂടുതലാണോ കുറവാണോ? കൂടുതൽ. പക്ഷെ അവിടുത്തെ ആ സെറം അയൺ ലെവൽസ് എങ്ങനെയായിരുന്നു? കുറവായിരുന്നു. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ സെറം അയൺ ലെവൽസ് കുറവായിരിക്കും, നമുക്കറിയാം. സെറം ഫെറിറ്റിൻ ലെവൽസ് ഡിക്രീസ്ഡ് ആണ്. വാട്ട് അബൌട്ട് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ? ഇൻക്രീസ്ഡ് ആണോ ഡിക്രീസ്ഡ് ആണോ? ഇൻക്രീസ്ഡ്. ഇതിന്റെ ആൻസർ ഏതാ വരിക? ഇവിടെ അയൺ കൂടുതലാണ്, ഫെറിറ്റിൻ കൂടുതലാണ്, പക്ഷെ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറവാണ്. ഏത് അനീമിയ ആയിരിക്കും ഇത്? സിഡ്രോബ്ലാസ്റ്റിക്. ഓക്കെ, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയുടെ കോമ്പിനേഷൻ ആണ്. Okay, serum iron will be normal or increased. Total iron binding capacity is normal or decreased.
Then saturation is normal or increased, ferritin levels increased ആയിരിക്കും. നമ്മളിത് ഏതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്? സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയയിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇറ്റ് ക്യാൻ ഈവൻ മാക്രോസൈറ്റ്സ് ക്യാൻ ഓൾസോ ബി പ്രസന്റ് ഹിയർ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡൈമോർഫിക് പിക്ചർ ആയിരിക്കും സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയിൽ കിട്ടുന്നത്. അതുപോലെ ബോൺ മാരോസ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് സിഡ്രോബ്ലാസ്റ്റ്, റിംഗ്ഡ് സിഡ്രോബ്ലാസ്റ്റ് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയുടെ ഫീച്ചേഴ്സ്. ഷില്ലിങ്സ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡെഫിഷ്യൻസി ഓഫ് vitamin B12. vitamin B12. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. Vitamin B12. So next question, megaloblastic anemia should be treated with both folic acid and vitamin B12 because megaloblastic anemia യിൽ നമ്മൾ ഫോളിക് ആസിഡും വൈറ്റമിൻ B12ഉം രണ്ടും കൊടുക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? Folic acid alone causes improvement of hematological symptoms but worsening of neurological symptoms. It is a cofactor, it is an enzyme, none of the above. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എ. അതിന്റെ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും എ ആണെന്നല്ലേ ആൻസർ. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഫോളിക് ആസിഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഹെമറ്റോളജിക്കൽ സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈറ്റമിൻ B12 നമുക്കറിയാം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ക്യാൻ കോസ് സബക്യൂട്ട് കമ്പൈൻ ഡീജനറേഷൻ, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒക്കെ പ്രിഡോമിനേറ്റ് ചെയ്ത് വരുന്നത് B12 ഡെഫിഷ്യൻസിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും, ബിക്കോസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ക്യാൻ ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് ബോത്ത് B9 ആൻഡ് B12 ഡെഫിഷ്യൻസി അല്ലേ. അപ്പോൾ അതിൽ ഏതാണ് ഡിറ്റർമിൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ രണ്ടും അത് അവിടെ കൊടുക്കുന്നതാണ് നല്ലത്. ഫോളിക് ആസിഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഹെമറ്റോളജിക്കൽ സിംറ്റംസ് മാത്രമേ ഇംപ്രൂവ് ചെയ്യുള്ളൂ, ന്യൂറോളജിക്കൽ സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോണിക് ഹീമോളൈസിസ് ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് മേ ബി അസോസിയേറ്റഡ് വിത്ത് അയൺ ഡെഫിഷ്യൻസി? Paroxysmal nocturnal hemoglobinuria, thalassemia, hereditary spherocytosis, G6PD deficiency. അയൺ ഡെഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഹീമോളിറ്റിക് കണ്ടീഷൻ, ഇതെല്ലാം ഹീമോളിറ്റിക് അനീമിയയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. പക്ഷെ ഇതിൽ ഏതാണ് അയൺ ഡെഫിഷ്യൻസി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാമോ അതിന്റെ ആൻസർ? ഡി ആൻസർ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ഇത് ബിയോ? ഡി ആൻസർ എ ആണ് വരുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ നമുക്ക് ഹീമോളൈസിസ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് ഹീമോളൈസിസ് പറഞ്ഞു, ഇൻട്രാവാസ്കുലർ ആൻഡ് എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് പറഞ്ഞു അല്ലേ. അപ്പോൾ എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് നടക്കുന്നത് എവിടെയായിരുന്നു? എവിടെയായിരുന്നു സാധാരണ ഹീമോളൈസിസ് നടക്കുന്നത്? എവിടെയാണ്? സ്പ്ലീനിലാണ്. അപ്പോൾ അതല്ലാതെ ഹീമോഗ്ലോബിൻ, നമ്മുടെ എന്താ പറയുക, ഡിസ്ട്രക്ഷൻ, RBC ഡിസ്ട്രക്ഷൻ വെസൽസിന്റെ അകത്ത് നടക്കുമ്പോഴാണ് നമ്മളതിന് ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം, അവിടെ ഫ്രീ ഹീമോഗ്ലോബിൻ വിൽ ബി പ്രസന്റ് ഇൻ ദ പ്ലാസ്മ അല്ലെ. പഠിച്ചത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വെസൽസിന്റെ അകത്താകുമ്പോൾ RBC ഡിസ്ട്രക്ഷൻ അവിടെ വെച്ച് നടക്കുമ്പോൾ ഫ്രീ ഹീമോഗ്ലോബിൻ വിൽ ബി പ്രസന്റഡ് ഇൻ പ്ലാസ്മ. മറ്റേതാകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഇത് കോൺജുഗേറ്റ് ചെയ്യും അല്ലെ, കോൺജുഗേഷൻ ഓഫ് ബിലിറുബിൻ വിൽ ബി ഹാപ്പനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അൺകോൺജുഗേറ്റഡ് ബിലിറുബിനീമിയ ആയിട്ടൊക്കെ ആയിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസിന് എന്താ പ്രശ്നം വെച്ചാൽ ഫ്രീ ഹീമോഗ്ലോബിൻ പ്ലാസ്മയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഹാപ്റ്റോഗ്ലോബിന്റെ ലെവലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഹാപ്റ്റോഗ്ലോബിൻ വിൽ ബി യൂസിങ് അപ്പ്. അപ്പോൾ അല്ലെങ്കിൽ ഇത് മെത്തിമോഗ്ലോബിനീമിയ പാത്വേയിലേക്ക് പോവാം. സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഈവൻ പ്രസന്റ് ആസ് ഹീമോഗ്ലോബിനൂറിയ അല്ലെ. ഹീമോഗ്ലോബിനൂറിയ, ഹീമോസിഡറിൻ അങ്ങനെയൊക്കെ അത് പ്രസന്റ് ചെയ്യാം.
പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, യൂറിൻ വഴിയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി പ്രസന്റഡ് ആസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഹീമോളിറ്റിക് അനീമിയയുടെ എക്സാമ്പിൾ ആണ് PNH, ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് എക്സാമ്പിൾ ആണ്. അതുകൊണ്ടാണ് അത് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ്, ഏതൊക്കെയാണ് എക്സ്ട്രാവാസ്കുലർ ഹീമോളൈസിസ്? അപ്പോൾ ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസിന് എക്സാമ്പിൾ ആണ് മൈക്രോ ആൻജിയോപതി ഹീമോളിറ്റിക് അനീമിയ. അതിന്റെ കാരണം അറിയാലോ, കാപ്പിലറി വാൾ, കാപ്പിലറീസിന്റെ പ്രശ്നം അല്ലെങ്കിൽ വെസൽസിന്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന മെക്കാനിക്കൽ ട്രോമയാണ്. അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, അതും ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസിന് കാരണമാകും. PNH ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ആണ്. പിന്നെ അതുപോലെ പരോക്സിമൽ കോൾഡ് ഹീമോഗ്ലോബിനൂറിയ, അതും ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ആണ്. പിന്നെ ഇൻഫെക്ഷൻസ് then snake bite or snake venoms, okay, that can also cause intravascular hemolysis. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ എക്സ്ട്രാ വാസ്കുലറിലാണ്. ബാക്കി സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഹെഡിറ്ററി സ്പിരോസൈറ്റോസിസ്, G6PD ഡെഫിഷ്യൻസി, ഇതെല്ലാം എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസിൽ വരുന്നതാണ്. ഓക്കെ, so next question, direct home test detect antibodies attached to RBC, antibodies in the serum, antigen attached to RBC surface, antigen in the serum. ഹൂംസ് ടെസ്റ്റ് നമ്മൾ എവിടെയായിരുന്നു ചെയ്യുന്നത്? ഏത് അനീമിയയുടെ കേസിലായിരുന്നു? നമുക്ക് ഡയറക്റ്റ് ഹൂംസ് ടെസ്റ്റും ഇൻഡയറക്റ്റ് ഹൂം ടെസ്റ്റും ഉണ്ട് അല്ലെ. അപ്പൊ ഡയറക്റ്റ് ഹൂം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആന്റിബോഡി ആണോ ആന്റിജനെ ആണോ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ആന്റിബോഡീസ്. എവിടെയുള്ള ആന്റിബോഡീസ് ആണ്? സെറത്തിലുള്ളതാണോ RBC സർഫസിലുള്ളതാണോ? RBC സർഫസ്. ഇൻഡയറക്റ്റ് ഹൂം ടെസ്റ്റ് ആണെങ്കിലാണ് ആന്റിബോഡീസ് പ്രസന്റ് ഇൻ ദ സീറം. ഓക്കെ, ഇതിന്റെ ആൻസർ ആന്റിബോഡീസ് അറ്റാച്ച് ടു RBC സർഫസ് ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ ആന്റിജൻ അറ്റാച്ച് ടു RBC സർഫസ് എന്നൊക്കെ ആയിരിക്കും തരുന്നത്. നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി അതൊക്കെ മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ആന്റിജൻ, ഇറ്റ് ഈസ് ആന്റിബോഡി. ഓക്കെ, so next question, features seen in hemolytic anemia are all except. hemolytic anemia ഇല്ലാത്ത ഫീച്ചർ ഏതാണെന്നാണ് ചോദ്യം. teardrop cell and burr cells, decreased haptoglobin, reticulocytosis, hemoglobinuria. ഇത് സിമ്പിൾ അല്ലേ? എന്റെ ആൻസർ ഏതായിരുന്നു? റെറ്റിക്കുലോസൈറ്റിന് എന്ത് സംഭവിക്കും ഹീമോളിറ്റിക് അനീമിയയിൽ? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, റെറ്റിക്കുലോസൈറ്റിന്റെ നമ്പർ ഇൻക്രീസ്ഡ് ആയിരിക്കും. പിന്നെ ഹീമോഗ്ലോബിനൂറിയും ഹാപ്റ്റോഗ്ലോബിൻ ലെവലൊക്കെ കുറവായിരിക്കും എന്ന് ഞാനിപ്പോ പറഞ്ഞില്ലേ. അപ്പൊ ഇതിന് ആൻസർ A ആണ് വരുന്നത്. ബർസെൽസ് എവിടെയായിരുന്നു കിട്ടുന്നത്? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ബർസെൽസ് നമുക്ക് കിട്ടുന്നത് റീനൽ ഫെയിലിയർ ആണ് അതിന്റെ മോസ്റ്റ് കോമൺ കോസ്. യൂറീമിയ ഓർ റീനൽ ഫെയിലിയർ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂർഡ് RBC മെംബ്രെയിൻ ഡിഫെക്ട് വിത്ത് ഷോർട്ട് ഈവൻലി സ്പേസ്ഡ് സ്പിക്യൂൾസ് ആണ്. അത് വേറെ കിട്ടുന്ന കണ്ടീഷൻസ് ലിവർ ഡിസീസ്, ബേൺസ്, ഗ്യാസ്ട്രിക് അൾസർ, പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി, ക്യാൻസർ, അതുപോലെ മൈക്രോ ആൻജിയോപതി ഹീമോളിറ്റിക് അനീമിയ. ഓക്കെ, അപ്പൊ അതിലാണ് നമുക്ക് ബർഡ് സെൽസ് കിട്ടുന്നത്. ഇനി ടിയർ ഡ്രോപ്പ് സെൽസ് കിട്ടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാരോ ഫൈബ്രോസിസ് അല്ലെങ്കിൽ എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് നടക്കുന്ന കണ്ടീഷൻസിലാണ് നമുക്ക് ടിയർ ഡ്രോപ്പ് സെൽസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് മൈലോ ഫൈബ്രോസിസ്, അതായത് മാരോയ്ക്ക് ഫൈബ്രോസിസ് ഉണ്ടാകുന്ന കണ്ടീഷനും എക്സ്ട്രാ മെഡുലറി ആയിട്ട് ഹെമറ്റോപോയിസിസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ടിയർ ഡ്രോപ്പ് സെൽസ് കിട്ടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് മൈലോ ഫൈബ്രോസിസ്, മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം, സിഡറോബ്ലാസ്റ്റിക് അനീമിയ, മാരോ ഇൻഫിൽട്രേഷൻ. പിന്നെ ചില അനീമിയാസിൽ തലാസീമിയയിൽ കിട്ടാം, പെർണീഷ്യസ് അനീമിയയിൽ കിട്ടാം, പിന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ വേണമെങ്കിൽ കിട്ടാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്.
The next question, with regards to hereditary spherocytosis, which of the following is false? Hereditary spherocytosis ആണ്. Hereditary spherocytosisന്റെ കാരണം എന്തായിരുന്നു? ഹെറിറ്ററി സ്പിരോസൈറ്റോസിസ്, അതായത് നോർമൽ RBC ഷേപ്പ് മാറി സ്പെറിക്കൽ ഷേപ്പിലേക്ക് മാറുകയാണ് അല്ലേ. അപ്പോൾ അതൊരു മെംബ്രെയിൻ ഡിഫക്റ്റ് ആണ്. നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണമാണ് ഹെറിറ്ററി സ്പിരോസൈറ്റോസിസ്, എലിപ്റ്റോസൈറ്റോസിസ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ചില പ്രോട്ടീൻസ് അല്ലേ, ആൻഗൈറിൻ, സ്പെക്ട്രിൻ, ഇങ്ങനെയുള്ള പ്രോട്ടീൻസിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് മെംബ്രെയിൻ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ആൻഗൈറിൻ ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹെറിറ്ററി സ്പിരോസൈറ്റോസിസിനെ കുറിച്ച് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂഷ്വലി ഹാസ് ഓട്ടോസോമൽ ഡോമിനന്റ് ഇൻഫെക്ഷൻ, പിന്നെ കോസ്ഡ് ബൈ മ്യൂട്ടേഷൻസ് ഇൻ ജീൻസ് ഫോർ പ്രോട്ടീൻസ് സച്ച് ആസ് സ്പെക്ട്രിൻ, ആൻഗൈറിൻ ഓർ ബാൻഡ്3, റെഡ് ബ്ലഡ് സെൽസ് ആർ ഡിസ്ട്രോയ്ഡ് ഇൻ ദ സ്പ്ലീൻ, എപ്ലാസ്റ്റിക് ക്രൈസിസ് ആർ കോമൺ. ഇങ്ങനെയുള്ള ക്രൈസിസ് ഒക്കെ നമ്മൾ ഏതാ ആൻസർ പറഞ്ഞോ? ഏതായാലും കുഴപ്പമില്ല. ഡി. നമ്മളിങ്ങനെയുള്ള ക്രൈസിസ് ഒക്കെ കൂടുതൽ ഏത് അനീമിയയിലായിരുന്നു പറഞ്ഞത്? സിക്കിൾ സ്റ്റേഷൻ ക്രൈസിസ്, പെയിൻഫുൾ ക്രൈസിസ്, അങ്ങനെയൊക്കെ പഠിച്ചത്. ഹിമോളിറ്റിക് അനീമിയയിലാണ്. അതിൽ ഏതിലെ ഹിമോളിറ്റിക് അനീമിയയിൽ നമ്മൾ സിക്ലിംഗ് ക്രൈസിസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. സിക്കിൾ സെൽ അനീമിയ പഠിച്ചപ്പോഴാണ് നമ്മൾ കൂടുതലും വാസോ ഒക്ലൂസീവ് ഫീച്ചേഴ്സ് കാരണം നമുക്ക് ക്രൈസിസ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹെറിഡിറ്ററി സ്പിരോസൈറ്റോസിസിൽ ഇങ്ങനെയുള്ള ക്രൈസിസ് വളരെ കോമൺ അല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റെയർ ഓർ അൺകോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ഹെറിഡിറ്ററി സ്പിരോസൈറ്റോസിസ് ആണ്. അപ്പോൾ അതിൽ വരാം, ആൻഡ് ഇറ്റ് ഈസ് ടിപ്പിക്കലി കോസ്ഡ് ബൈ വൈറലി ഇൻഡ്യൂസ്ഡ് ബോൺ മാരോ സപ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ മോസ്റ്റ് കോമൺ എറ്റിയോളജിക്കൽ ഏജന്റ് എന്ന് പറയുന്നത് പാർവോ വൈറസ് B19 ആണ്. അതായത് ഇങ്ങനെയുള്ള എപ്ലാസ്റ്റിക് ക്രൈസിസിന്റെ മോസ്റ്റ് കോമൺ എറ്റിയോളജിക്കൽ ഏജന്റ് ഈ പാർവോ വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു നമ്മുടെ ഹെറിഡിറ്ററി സ്പിരോസൈറ്റോസിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ കോംപ്ലിക്കേഷൻ അല്ല, ഇറ്റ് ഇസ് എ റെയർ ഓർ അൺകോമൺ കോംപ്ലിക്കേഷൻ. പിന്നെ ഹെറിഡിറ്ററി സ്പിരോസൈറ്റോസിസിൽ സ്പ്ലീനോമെഗാലി വളരെ പ്രോമിനന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സ്പ്ലെനക്ടമി ആണ് നമുക്കിതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. Okay, splenectomy is curative in hereditary spherocytosis. Next question, with regard to G6PD deficiency, which of the following is false? G6PD deficiency il namukku kittunna particular cells inde പേര് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ സെൽസിന്റെ പേര്? ബൈറ്റ് സെൽസ്, ബ്ലിസ്റ്റർ സെൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചത് G6PD ഡെഫിഷ്യൻസിയിലായിരുന്നു. ഓക്കെ, ഇറ്റ് affects the pentose phosphate pathway associated with the neonatal jaundice. Acute hemolysis can be precipitated by broad beans, X-linked recessive disorder that doesn't affect heterozygous female. ഇതിന്റെ ആൻസർ ഏതായിരുന്നു? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് സ്റ്റോറി. G6PD നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? G6PD എന്ന് പറയുമ്പോൾ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേയിൽ വരുന്ന ഒരു എൻസൈം ആണ്. അപ്പോൾ നമ്മുടെ NADP-നെ റെഡ്യൂസ് ചെയ്ത് NADPH ആക്കും. അപ്പോൾ നമുക്ക് ഗ്ലൂട്ടാതയോണിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഗ്ലൂട്ടാതയോൺ ആണ് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും RBCനെ പ്രിവെന്റ് ചെയ്യുന്നത്. G6PD ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? RBCക്ക് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന പർട്ടിക്കുലർ സെൽസ് ആണ്, ഫ്രാഗ്മെന്റഡ് സെൽസ് ആണ് നമ്മൾ ബൈറ്റ് സെൽസ്, ബ്ലിസ്റ്റർ സെൽസ് എന്നൊക്കെ പറഞ്ഞത്. ഓർക്കുന്നുണ്ടെങ്കിൽ ആപ്പിൾ കടിച്ചു മുറിച്ച പോലെ എന്നൊക്കെ പറഞ്ഞത് അതാണ് ബൈറ്റ് സെൽസ്. അപ്പോൾ അതിന്റെ കോമൺ പ്രസന്റേഷൻ ആണ് നിയോനേറ്റൽ ജോണ്ടിസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഡെഫിഷ്യൻസി, എൻസൈം ഡെഫിഷ്യൻസി അല്ലേ, അപ്പോൾ അതൊരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് എഫക്ട് ഹെറ്ററോസൈഗസ് ഫീമെയിൽസ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഓക്കെ, അവരെയും ഇത് എഫക്റ്റ് ചെയ്യാം. പിന്നെ ഇത് ബ്രോഡ് ബീൻസ് ഒക്കെ കഴിക്കുമ്പോൾ അക്യൂട്ട് ഹീമോളൈസിസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഫാവിസം എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് G6PD ഡെഫിഷ്യൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് അക്യൂട്ട് പ്രസന്റേഷൻ ഓഫ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ പ്രസന്റേഷൻസ് കൂടുതലും വരുന്നത് ഒന്ന് ഹീമോളൈസിസിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനുള്ള ക്രൈസിസ് ആണ് അല്ലെ, സിക്ലിംഗ് ക്രൈസിസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഏതാണ് കോമണസ്റ്റ് അക്യൂട്ട് പ്രസന്റേഷൻ? ബോൺ പെയിൻസ് ആണ് ഇതിന്റെ ആൻസർ. കറക്റ്റ് ആണ്. So recurrent episodes of painful crisis are the most common clinical manifestation. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു പെയിൻഫുൾ ക്രൈസിസിന്റെ ബോൺ പെയിൻ അങ്ങനെ ഒരു പെയിൻഫുൾ ക്രൈസിസിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ത്രൂ ഹെയർ കട്ട് അപ്പിയറൻസ് ഇൻ എക്സ്റേ സ്കൾ ആൻഡ് ഗാന്ധി ഗാമ ബോഡീസ് ആർ സീൻ ഇൻ G6PD deficiency, Hodgkin's lymphoma, hereditary spherocytosis and sickle cell anemia. ത്രൂ ഹെയർ കട്ട് അപ്പിയറൻസ് അല്ലെങ്കിൽ വേറൊരു പേരുണ്ടായിരുന്നല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഏത് അനീമയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പഠിച്ചത്? ഹെയർ ഓൺ എൻഡ് അപ്പിയറൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നു. ഹിമോളറ്റിക് അനീമിയയിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ആൻസർ വരുന്നത് സിക്കിൾ സെൽ അനീമിയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരും. സോ ക്രൂക്കറ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഹെയർ ഓൺ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ തലാസീമിയന്റെ ആൻസർ ഇന്നത്തെ ഓപ്ഷനിൽ തലാസീമിയ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അപ്പിയറൻസ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത് തലാസീമിയക്ക് തന്നെയാണ്. തലാസീമിയയിലും സിക്കിൾ സെൽ അനീമിയയിലും വരാം. അതിൽ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് തലാസീമിയയിൽ തന്നെയാണ്. പിന്നെ അതിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ഈ ഗാമ ഗാണ്ടി ബോഡീസ് ആണ്. അപ്പൊ ദിസ് ആർ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൺജസ്റ്റീവ് സ്പ്ലീനോമെഗാലി ആണ്. ഓക്കെ, congestive splenomegaly, but it can be seen in hemolytic anemia, especially sickle cell anemia. അപ്പോൾ ഗാമ ഗാണ്ടി ബോഡീസ് എന്ന് പറഞ്ഞാൽ there are calcium and hemosiderin deposits which are seen in spleen ആണ് കേട്ടോ. അതായത് കൺജസ്റ്റീവ് സ്പ്ലീനോമെഗാലിയുടെ മെയിൻ ഫീച്ചർ ആണത്. ബട്ട് ഇറ്റ് ക്യാൻ ബി പ്രസന്റഡ് ഇൻ ഹീമോളിറ്റിക് അനീമിയ ആൻഡ് ഹീമോക്രോമറ്റോസിസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് എവിടെയെങ്കിലും കണ്ടാലും അത് സിക്കിൾ സെൽ അനീമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. Next question, a 25-year-old pregnant lady presents with thrombocytopenia and fragmented RBCs in peripheral smear. Which of the following is the least likely diagnosis? Most probable diagnosis ആണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യനിൽ കാണുന്നത്. ഇത് ലീസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ് ഏതാണെന്ന് ചോദിക്കും. ത്രോംബോസൈറ്റോപീനിയ ഉണ്ട്. ഈ പറയുന്ന എല്ലാത്തിലും നമുക്ക് ത്രോംബോസൈറ്റോപീനിയ കിട്ടാം. TTP, DIC, ഹെൽപ്പ് സിൻഡ്രോം. ഹെൽപ്പ് സിൻഡ്രോം എന്തായിരുന്നു? ഇവിടെ ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്, ഫ്രാഗ്മെന്റഡ് RBCs ഉണ്ടെന്ന് അല്ലെ. ഫ്രാഗ്മെന്റഡ് RBCs നമുക്ക് കിട്ടുന്ന അനീമിയ ഏതായിരുന്നു? മൈക്രോ ആൻജിയോപ്പതിക് ഹീമോളിറ്റിക് അനീമിയയിലാണ് നമുക്ക് ഫ്രാഗ്മെന്റഡ് RBCs കിട്ടുന്നത് അല്ലെ. RBCsന് മെക്കാനിക്കൽ ട്രോമ സംഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ RBCs ഫ്രാഗ്മെന്റഡ് ആയിട്ട് പോവാം. അപ്പോൾ മൈക്രോ ആൻജിയോപ്പതിക് ഹീമോളിറ്റിക് അനീമിയ കിട്ടുന്ന കണ്ടീഷനാണ് TTP, DIC ഒക്കെ. അതിൽ ഹെൽപ്പ് സിൻഡ്രോം ആണ് അറിയാൻ പാടില്ലാത്തത്. ഇവാൻ സിൻഡ്രോം എന്തായിരുന്നു? എന്തിന്റെ കോമ്പിനേഷൻ ആയിരുന്നു? ഓട്ടോഇമ്യൂൺ ഹീമോളിറ്റിക് അനീമിയ ആൻഡ് ഓട്ടോഇമ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പർട്ടൂറിയ അല്ലേ. ഇതിന്റെ ആൻസർ പറയുന്നത് ബി ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൈക്രോ ആൻജിയോപ്പതിക് ഹീമോളിറ്റിക് അനീമിയ അല്ല വരുന്നത് ഇവാൻ സിൻഡ്രോമിൽ.
ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അത് ആൻസറിൽ വരാത്തത്. ഹെൽപ്പ് സിൻഡ്രോം ഇത് MCQs ചോദിക്കാറുണ്ട്. ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹീമോളൈസിസ്, അതുപോലെ എലിവേറ്റഡ് ലിവർ എൻസൈംസ്, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഇത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിൻഡ്രോം ആണ്. ഓക്കെ, സോ ഹീമോളൈസിസ്, H for hemolysis and EL for elevated liver enzymes and LP for low platelet count. Okay, അത് ചോദിക്കാറുണ്ട് MCQൽ ഹെൽപ്പ് സിൻഡ്രോം. So next question, which of the following is the gold standard test to identify PNH? Flow cytometry, acidified Ham test, sucrose lysis test, and bone marrow biopsy. ആസിഡിഫൈഡ് ഹാം ടെസ്റ്റ് ആണ്. ആസിഡിഫൈഡ് ഹാം ടെസ്റ്റ്. അസിഡിഫൈഡ് ഹാം ടെസ്റ്റ് ഉണ്ട്, പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫ്ലോ സൈറ്റോമെട്രി ആണ്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു CD55, CD59 ഇങ്ങനെയുള്ളതിൻ്റെ ഡെഫിഷ്യൻസി കാരണം, GPI ആങ്കേർഡ് പ്രോട്ടീൻസ് അല്ലെ, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു മെംബ്രെയിൻ ഡിഫക്റ്റ് ആണ് പരോക്സിസ്മൽ നൊക്ടർണൽ ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫ്ലോ സൈറ്റോമെട്രിയിൽ ഈ CD55 ആൻഡ് 59 ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അതിൽ അസിഡിഫൈഡ് ഹാം ടെസ്റ്റും സൂക്രോസ് ലൈസിസ് ടെസ്റ്റും ഉണ്ട്, പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഈസ് ഫ്ലോ സൈറ്റോമെട്രി. ഓക്കെ, all of the following condition may be associated with pancytopenia and splenomegaly except. Okay, പാൻസൈറ്റോപീനിയയും സ്പ്ലീനോമെഗാലി അല്ലാത്ത കണ്ടീഷൻസ് ആണ് ചോദ്യം. എപ്ലാസ്റ്റിക് അനീമിയ, ഹെയറി സെൽ ലുക്കീമിയ, മൈലോഫൈബ്രോസിസ് ആൻഡ് ഹൈപ്പർസ്പ്ലെനിസം. ഹെയറി സെൽ ലുക്കീമിയ ഡോക്ടർ. ഹെയറി സെൽ ലുക്കീമിയയില് നമ്മൾ ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലായിരുന്നോ? ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടാവും. പിന്നെ മാസീവ് സ്പ്ലീനോമെഗാലിയാണ് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് പറയുന്നത്. ഹെയറി സെൽ ലുക്കീമിയ അല്ല ആൻസർ പറയുന്നത്, പ്ലാസ്റ്റിക് അനീമിയാണ്. ഓക്കെ, പ്ലാസ്റ്റിക് അനീമിയയിൽ ഈ സ്പ്ലീനോമെഗാലി, അതുപോലെ ലിംഫെഡിനോപ്പതി, ഹെപ്പറ്റോമെഗാലി ഇതെല്ലാം അൺയൂഷ്വൽ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മളത് എപ്പോഴെങ്കിലും അത് കാണുകയാണെങ്കിൽ വി ഹാവ് ടു once again deal with the diagnosis. Okay, അപ്പോൾ സ്പ്ലീനോമെഗാലി, ലിംഫെഡിനോപ്പതി, ഹെപ്പറ്റോമെഗാലി, these are unusual presentations in aplastic anemia. ഓക്കെ, ബാക്കി നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സ്പ്ലീനോമെഗാലി ആൻഡ് പാൻസൈറ്റോപീനിയ ഉണ്ടാവും, പ്ലസ് സ്പ്ലീനോമെഗാലി വരുന്ന കണ്ടീഷൻസ് ആണ്. മൈലോഫൈബ്രോസിസ്, അതുപോലെ ഹെയറി സെൽ ലുക്കീമിയ. ഹെയറി സെൽ ലുക്കീമിയയിൽ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ള പ്ലാസ്മ സെൽസ് ഉണ്ടാവും. They are present in the bone marrow, but they can cause bone marrow fibrosis also. So bone marrow fibrosis ഉണ്ടായാൽ നമുക്ക് ബോൺ മാരോ ബയോപ്സി ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ബോൺ മാരോ ബയോപ്സി ഡ്രൈ ടാപ്പ് ഓൺ ബോൺ മാരോ ബയോപ്സി എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ വന്നിട്ട് ഹെയറി സെൽ ലുക്കീമിയ ആൻഡ് മൈലോഫൈബ്രോസിസ് ആണ്. സോറി, എപ്ലാസ്റ്റിക് അനീമിയ ആണ്. ബാക്കി എല്ലാ കണ്ടീഷനിലും നമുക്ക് പാൻസൈറ്റോപീനിയ ആൻഡ് സ്പ്ലീനോമെഗാലി കിട്ടുന്ന കണ്ടീഷൻസ് ആണ്. So next question, Von Bohr megakaryocytes are characteristic of. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, എന്നാലും ഇതിന്റെ ആൻസർ അറിയാമോ നമുക്ക്? MDS, മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം ആണ് MDS, ITP, TTP ആൻഡ് PNH. Von Bohr megakaryocytes. അറിയാമോ ഇതിന്റെ ആൻസർ?
ആൻസർ മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം ആണ് കേട്ടോ. കോൺബാൾ മെഗാകാരിയോസൈറ്റ്സ് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാകാരിയോസൈറ്റ്സ് വിത്ത് മൾട്ടിപ്പിൾ വൈഡ്ലി സെപ്പറേറ്റഡ് ന്യൂക്ലിയനെയാണ് നമ്മൾ കോൺബാൾ മെഗാകാരിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് ക്ലോണൽ ഹെമറ്റോപോയിറ്റിക് ഡിസോർഡേഴ്സ് വിത്ത് എ കോമൺ ഫീച്ചർ. അതായത് പേര് ഒന്ന് ശ്രദ്ധിക്കുക, മൈലോഡിസ്പ്ലാസ്റ്റിക് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ബ്ലഡ് സെൽ പ്രൊഡക്ഷനെ അത് പ്രോപ്പറായിട്ടും ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ അവിടെ നടക്കത്തില്ല. ഓക്കെ, ഇൻഎഫക്റ്റീവ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ആണ് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്. ആൻഡ് സംടൈംസ് ദിസ് ക്യാൻ ലീഡ് ടു ഒരു പ്രീ ലുക്കീമിക് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോമിനെ പറയുന്നത്. ഓക്കെ, അത് എന്തായിട്ടാണ് പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ AML ആയിട്ടാണ് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ഇറ്റ് ക്യാൻ ടെൻഡൻസി ടു പ്രോഗ്രസ് ടു AML. നമ്മൾ പറഞ്ഞു ഇവിടെ മൈലോഡിസ്പ്ലേഷ്യ സംഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോൺ മാരോ ഫെയിലിയർ ആണ് ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത്. ബോൺ മാരോ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സെൽസും നോർമലി പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ അത് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ അനീമിയ, റിക്കറന്റ് ഇൻഫെക്ഷൻസ് ഓർ ബ്ലീഡിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ RBC കുറവായിരിക്കും, WBC കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും. അപ്പൊ അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് അനീമിയ, റിക്കറന്റ് ഇൻഫെക്ഷൻസ്, ബ്ലീഡിങ് ഒക്കെ. ഇത് കൂടുതലും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഓൾഡർ ആൾക്കാരിലാണ്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. നമ്മൾ ബ്ലഡ് ഫിലിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പാൻസൈറ്റോപീനിയ കിട്ടാം. കാരണം ബ്ലഡ് സെൽസ് ഒന്നും നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഉണ്ടാവുന്ന ബ്ലഡ് സെൽസ് തന്നെ ഡിസ്പ്ലേഷിക് അബ്നോർമലി ലുക്കിംഗ് സെൽസ് ആയിരിക്കും. Okay, that will be including macrocytic red cells and hypogranular neutrophils with nuclear hyper or hyposegmentation. അതായത് നോർമലി നമ്മൾ ഓരോ സെൽസിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കില്ല, അതിന് തോന്നുന്ന മാതിരിയുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ടാണ് ഡിസ്പ്ലാസ്റ്റിക് ബ്ലഡ് സെൽസ് ബ്ലഡ് ഫിലിമിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. ബോൺ മാരോ നമ്മൾ നോക്കിയാൽ ഇറ്റ് വിൽ ബി ഹൈപ്പർ സെല്ലുലാർ വിത്ത് ഡിസ്പ്ലാസ്റ്റിക് ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പം ബ്ലഡ് ഫിലിമിൽ പാൻസൈറ്റോപീനിയ ഉണ്ട്, അതുപോലെ ബോൺ മാരോ വിൽ ബി ഹൈപ്പർ സെല്ലുലാർ. അതായത് ഇൻഎഫക്റ്റീവ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ആണ്. ടു ഓവർകം ദാറ്റ് ബോൺ മാരോ വിൽ ബി ഹൈപ്പർ സെല്ലുലാർ. പക്ഷെ അവിടെ ഡിസ്പ്ലാസ്റ്റിക് ചേഞ്ചസ് കാണാം. അതുപോലെ വേറൊരു കാര്യങ്ങൾ ഓർക്കുക, ബ്ലാസ്റ്റ് സെൽസ്. ബ്ലാസ്റ്റ് സെൽസ് ഏതിന്റെ ഫീച്ചർ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്? ബ്ലാസ്റ്റ് സെൽസ് ഏതിന്റെ ഫീച്ചർ ആയിരുന്നു? ലുക്കീമിയാസിലാണ് അല്ലെ. ലുക്കീമിയാസിൽ, അക്യൂട്ട് ലുക്കീമിയാസിൽ ബ്ലാസ്റ്റ് സെൽസിന്റെ നമ്പർ വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും ബ്ലാസ്റ്റ് സെൽസ് ഉണ്ടാവും. ബ്ലാസ്റ്റ് സെൽസ് മേ ബി ഇൻക്രീസ്ഡ്, പക്ഷെ അതൊരിക്കലും നമ്മുടെ അക്യൂട്ട് ലുക്കീമിയയുടെ ആ ഒരു ലെവലിലേക്ക് 20% എന്നൊരു ലെവലിലേക്ക് എത്തുന്നില്ല. പിന്നെ ഇവിടെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ചില ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് പറയാം. ആൻഡ് എസ്പെഷ്യലി പർട്ടിക്കുലർലി ഓഫ് ക്രോമസോം 5 ആൻഡ് ക്രോമസോം 7. അതാണ് മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രോമസോമൽ അബ്നോർമാലിറ്റി. ഇത് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. WHO ക്ലാസിഫിക്കേഷൻ ഓഫ് മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം ആണിത്. അതായത് MDS വിത്ത് സിംഗിൾ ലീനിയേജ് ഡിസ്പ്ലേഷ്യ. സിംഗിൾ ലീനിയേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ RBC മാത്രമായിരിക്കാം, അല്ലെങ്കിൽ WBC മാത്രമായിരിക്കാം, അല്ലെങ്കിൽ മെഗാകാരിയോസൈറ്റ്സ് മാത്രമായിരിക്കാം. ഓക്കെ, അതുപോലെ MDS വിത്ത് റിംഗ് സിഡറോബ്ലാസ്റ്റ്. റിംഗ് സിഡറോബ്ലാസ്റ്റ് നമ്മൾ സിഡറോബ്ലാസ്റ്റിക് അനീമിയയിൽ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയും നമുക്ക് റിംഗ് സിഡറോബ്ലാസ്റ്റുകൾ കിട്ടാം. റിംഗ് സിഡറോബ്ലാസ്റ്റ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? എന്തിന്റെ ഡെപ്പോസിറ്റ്സ് വരുമ്പോഴാണ്? സിഡറോബ്ലാസ്റ്റ് എന്തായിരുന്നു? നോർമൽ RBC. അയൺ ആൻസർ ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അയൺ ഡെപ്പോസിറ്റ്സ് ആണ് വരുന്നത് അല്ലേ. അയൺ ഡെപ്പോസിറ്റ്സ് കൂടുതലായിട്ട് വരുമ്പോൾ അത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു റിംഗ് ഫോമിൽ അപ്പിയർ ചെയ്യും. അതാണ് നമ്മളിവിടെ പറഞ്ഞല്ലോ. അതായത് പ്രിക്കസർ സെൽസും ഡിസ്പ്ലാസ്റ്റിക് സെൽസും ആണ് ഇവിടെ കോമൺ ആയിട്ടും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംടൈംസ് ഇറ്റ് ക്യാൻ ബി പ്രസന്റ് ആസ് സിംഗിൾ ലീനിയേജ് ഡിസ്പ്ലേഷ്യ ഓർ വിത്ത് റിംഗ് സിഡറോബ്ലാസ്റ്റ്. പിന്നെ ചിലപ്പോൾ മൾട്ടി ലീനിയേജ് ഡിസ്പ്ലേഷ്യ ആയിട്ട് പ്രസന്റ് ചെയ്യാം, ഓർ MDS വിത്ത് എക്സസ് ബ്ലാസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രോമസോമൽ അബ്നോർമാലിറ്റി ആൻഡ് MDS അൺക്ലാസിഫയബിൾ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇതിൽ MDS വിത്ത് എക്സസ് ബ്ലാസ്റ്റിനാണ് ഫാസ്റ്റ് പ്രോഗ്രഷൻ. നമ്മൾ പറഞ്ഞല്ലോ, അതായത്
ഇതിന്റെ ഒരു പ്രോഗ്നോസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ഫേറ്റൽ ബോൺ മാരോ ഫെയിലിയർ ഓർ സംടൈംസ് ഇറ്റ് വിൽ ബി പ്രോഗ്രസിംഗ് ടു AML, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ. അപ്പൊ അതിൽ ഏറ്റവും ഫാസ്റ്റ് പ്രോഗ്രഷൻ കിട്ടുന്നത് MDS വിത്ത് എക്സസ് ബ്ലാസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ സ്ലോ പ്രോഗ്രഷൻ കിട്ടുന്നതാണ് MDS വിത്ത് സിംഗിൾ ലീനിയേജ് ഡിസ്പ്ലേഷ്യ ആൻഡ് MDS വിത്ത് റിംഗ് സിഡ്രോബ്ലാസ്റ്റ്. ഇതിന് രണ്ടും സ്ലോ പ്രോഗ്രഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കോൺ ബോൾ മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറയുന്നത് MDSന്റെ ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിക്കൽ മാർക്കേഴ്സ് ഫോർ ഹോട്ട്കിൻസ് ഡിസീസ്. Classical markers CD15 and CD30, 15 and 22, 15 and 20, 20 and 30. B. B. A ആണ് ആൻസർ. 15ഉം 13ഉം ആണ് ഇതിന്റെ ക്ലാസിക്കൽ മാർക്കേഴ്സ് ആയിട്ട് പറയുന്നത് ഹോട്ട്കിൻസ് ഡിസീസിന്റെ. ഏതൊക്കെയായിരുന്നു അതിന്റെ ടൈപ്സ്? ഹോട്ട്കിൻസ് ഡിസീസിന്റെ ടൈപ്സ് ഏതൊക്കെയായിരുന്നു? Lymphocyte predominant, nodular sclerosis, lymphocyte depletion, mixed cellular. എക്സസെല്ലുലാരിറ്റി. ഇതിൽ മോസ്റ്റ് കോമൺ ഏതായിരുന്നു? Nodular sclerosis. നോഡുലാർ സ്ക്ലിയോസിംഗ് ആണ്. ഓക്കെ, ഹോട്ട്കിൻസ് ലിംഫോമിൽ നമ്മളൊരു പർട്ടിക്കുലർ സെൽ ടൈപ്പ് പറയും, ഏതാണത്? റീഡ്സ്ബർഗ് സെൽസ്. നോഡുലാർ സ്ക്ലിയോസിംഗിൽ നമ്മൾ റീഡ്സ്ബർഗിന്റെ വേറൊരു വെറൈറ്റി പറഞ്ഞിരുന്നു, അത് ഏതായിരുന്നു? ആ സെല്ലിന്റെ പേരെന്തായിരുന്നു നോഡുലാർ സ്ക്ലിയോസിംഗില്? ലാക്യുനാർ സെൽസ്. ഓക്കെ, ഫീമെയിൽസിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത് ഏത് ടൈപ്പാണ്? അത് നോഡുലാർ സ്ക്ലീറോസിംഗ് ആണ് കേട്ടോ. ആ ക്ലാസിഫിക്കേഷന്റെ പേര് എന്തായിരുന്നു? Rice classification. ഡൈ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, റാപ്പാപ്പോർട്ട് ക്ലാസിഫിക്കേഷനോ? Non-Hodgkin's lymphoma. ഓക്കെ, റിയൽ ക്ലാസിഫിക്കേഷൻ? റിയൽ, REAL, റിയൽ ക്ലാസിഫിക്കേഷൻ. റിയൽ ക്ലാസിഫിക്കേഷൻ അതും നോൺ ഹോട്ട്കിൻസ് ലിംഫോമയിലാണ് കേട്ടോ. മോസ്റ്റ് കോമൺ ഏതായിരുന്നു? ഹോട്ട്കിൻസ് ആണോ നോൺ ഹോട്ട്കിൻസ് ആണോ? Non-Hodgkin. നോൺ ഹോട്ട്കിൻസ്. ഓക്കെ, ഹോട്ട്കിൻസ് ലിംഫോമയിൽ വരുന്ന മോസ്റ്റ് കോമൺ ലിംഫഡിനോപ്പതി ഏതായിരുന്നു? ഹോട്ട്കിൻസ് ലിംഫോമയില് Mediastinal axillary egoinflammation. സെർവൈക്കൽ ലിംഫഡിനോപ്പതിയാണ്. മീഡിയാസ്റ്റൈനൽ ഇൻവോൾവ്മെന്റ് കൂടുതലായിട്ട് വരുന്ന ടൈപ്പ് ഏതായിരുന്നു? നോഡുലാർ സ്ക്ലീറോസിംഗിലും മീഡിയാസ്റ്റൈനൽ ഇൻവോൾവ്മെന്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. എക്സ്ട്രാ നോഡൽ പ്രസന്റേഷൻസ് കൂടുതലായിട്ട് വരുന്ന ലിംഫോമ ഏതാണ്? ഹോട്ട്കിൻസ് ആണോ നോൺ ഹോട്ട്കിൻസ് ആയിരുന്നോ? Non-Hodgkin. നോൺ ഹോട്ട്കിൻസ്. ഓക്കെ, ആൻ ആർബർ സ്റ്റേജിങ് ഏതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ആൻ ആർബർ സ്റ്റേജിങ് ഹോട്ട്കിൻസ് ഓർ നോൺ ഹോട്ട്കിൻസ്? Hodgkin's. ഹോട്ട്കിൻസ് ലിംഫോമയാണ് ആൻ ആർബർ സ്റ്റേജിങ്. So next question, most common type of ALL. Pre-B cell ALL, T cell ALL, B cell ALL, biphenotypic ALL. It is most common type of ALL. B cell. Acute
അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ ഇമ്മ്യൂണോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ അത് പ്രിമച്വർ സെൽസ് ആയിരിക്കുമല്ലോ ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രീ ബി സെൽ ALL ആണ് ഇതിന്റെ മോസ്റ്റ് കോമൺ ടൈപ്പ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പ്രീ ബി സെൽ ALL. ഫിലാഡൽഫിയ ക്രോമസോം ഏത് ലുക്കീമിയായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു വരുന്നത്? ഫിലാഡൽഫിയ ക്രോമസോം ക്രോണിക് മൈലോയിഡ്. CM, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ഏതായിരുന്നു ട്രാൻസ്ലൊക്കേഷൻ? 922. ബർക്കിറ്റ്സ് ലിംഫോമയുടെ ക്ലാസ് ട്രാൻസ്ലൊക്കേഷൻ? ബർക്കിറ്റ്സ് ലിംഫോമ 840. സ്മഡ്ജ് സെൽസ് എവിടെയായിരുന്നു? സ്മഡ്ജ് സെൽസ് which CLL, ക്രോണിക് CLL. ഓക്കെ. ഓർറോഡ്സ്? AML. AML. Okay. So next question, Russell body is found in. Russell body, WBC, RBC, mast cells, plasma. ഏതാണ്? Plasma cell. Plasma cells. Okay. So Russell bodies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് സീൻ വിത്തിൻ പ്ലാസ്മ സെൽസ്. അത് മൾട്ടിപ്പിൾ മൈലോമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ഇത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. അതുപോലെ ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് വരാം. അതിന്റെ പേരാണ് ഡച്ചർ ബോഡീസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, മൾട്ടിപ്പിൾ മൈലോമയിൽ നമുക്ക് പഞ്ച്ഡ് ഔട്ട് ലീഷൻസ് കിട്ടും അല്ലെ. ബോൺ ലീഷൻസ്, പഞ്ച്ഡ് ഔട്ട് ഓസ്റ്റിയോലൈറ്റിക് ലീഷൻസ് ആണ് മൾട്ടിപ്പിൾ മൈലോമയിൽ. അപ്പൊ അവിടെ വരുന്ന നമ്മുടെ സ്കള്ളിൻ്റെ അകത്തും ആ പറഞ്ഞ പോലെ ഒത്തിരി പഞ്ച്ഡ് ഔട്ട് ലീഷൻസ് വരാം. ദാറ്റ് വിൽ ബി വെരി സിമിലർ ടു റെയിൻ ഡ്രോപ്പ് അപ്പിയറൻസ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ വിളിക്കുന്ന സ്കള്ളിന്റെ പേരാണ് റെയിൻ ഡ്രോപ്പ് സ്കൾ. ഓക്കെ, മൾട്ടിപ്പിൾ മൈലോമയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് റെയിൻ ഡ്രോപ്പ് സ്കൾ. ഓക്കെ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ലെവൽ എങ്ങനെയായിരുന്നു മൾട്ടിപ്പിൾ മൈലോമയിൽ? എങ്ങനെയായിരുന്നു ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ലെവല്? നോർമൽ ആണോ, ഇൻക്രീസ്ഡ് ആണോ, ഡിക്രീസ്ഡ് ആണോ? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ലെവൽ will be നോർമൽ in നോർമൽ multiple- ചാറ്റ് ബോക്സിൽ normal in multiple myeloma. Okay. Calcium levels of calcium hypercalcemia. Okay. So the following is the least useful investigation in multiple myeloma. Least useful investigation ആണ് ESR, X-ray, bone scan, bone marrow biopsy. Bone scan. Bone scan. Okay. Next question, most common inherited bleeding disorder. Most common inherited bleeding disorder. Von Willebrand disease, Bernard-Solier, Glanzmann thrombocythemia, ITP, acute immunothrombocytopenic purpura. ഇതാണ് ഇതിലെ മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ. എ, വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആണ് മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അവിടെ എന്തായിരുന്നു നമ്മൾ ഡെഫിഷ്യൻസി പറഞ്ഞത്? വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഡെഫിഷ്യൻസി ആണ്. അവിടെ ബ്ലീഡിംഗ് ടൈമും ക്ലോട്ടിംഗ് ടൈമും എങ്ങനെയായിരുന്നു വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ? പ്രൊലോങ്ഡ് ആണ്. പ്രോത്രോംബിൻ ടൈം വിൽ ബി നോർമൽ ഇൻ വോൺ വിലിബ്രാൻഡ് ഡിസീസ്. ഓക്കെ, ഏത് ഫാക്ടർ ആയിരുന്നു അവിടെ വരുന്നത്? ഏത് കൊയാഗുലേഷൻ ഫാക്ടർ ആണ് ഇതിൽ വരുന്നത്? 8. ഓക്കെ, മറന്നു പോരുത്. വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ ബ്ലീഡിംഗ് ആൻഡ് ക്ലോട്ടിംഗ് ഡിസോർഡർ ആണ്, രണ്ടും ഉണ്ട്.
So next question, the most sensitive test for DIC. Serum fibrinogen level, then serum levels of fibrin degradation product, prolonged PT and PTT, thrombocytopenia. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, എ ആണ് ആൻസർ പറഞ്ഞത്. ബി ആണ് ആൻസർ കേട്ടോ. മോസ്റ്റ് സെൻസിറ്റീവ് ടെസ്റ്റ് ഫോർ DIC ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രൊഡക്റ്റിന്റെ ലെവലാണ്. ബ്ലീഡിങ്ങിന്റെ ആണ് ചോദിക്കുന്നതെങ്കിലാണ് നമ്മൾ സെറം ഫൈബ്രിനോജൻ ലെവൽ എഴുതേണ്ടത്. മോസ്റ്റ് സെൻസിറ്റീവ് ടെസ്റ്റ് ഫോർ DIC ദാറ്റ് പ്രെഡിക്റ്റ് ടെൻഡൻസി ഓഫ് ബ്ലീഡിങ് അതാണെങ്കിലാണ് ഫൈബ്രിനോജൻ ലെവൽ. അല്ലാതെ മോസ്റ്റ് സെൻസിറ്റീവ് ടെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രൊഡക്റ്റിന്റെ ലെവലാണ്. ഓക്കെ, DICയിലെ ബ്ലീഡിംഗ് ആൻഡ് ക്ലോട്ടിംഗ് ടൈം എങ്ങനെയായിരുന്നു? ബ്ലീഡിംഗ് ആൻഡ് ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ് ആണ്. രണ്ടും പ്രൊലോങ്ഡ്. ഇറ്റ്സ് എ ത്രോംബോ ഹെമറേജിക് ഡിസോർഡർ ആണ്. ത്രോംബോട്ടിക് ഫേസും കൺസെപ്ഷൻ ഫേസും ഉണ്ട്, ബ്ലീഡിങ്ങും ഉണ്ടാവും. സോ അതിൽ ബ്ലീഡിംഗ് ഡിസോർഡറും ക്ലോട്ടിംഗ് ഡിസോർഡറും എല്ലാം പ്രൊലോങ്ഡ് ആയിരിക്കും. PT, PTT എല്ലാം പ്രൊലോങ്ഡ് ആയിരിക്കും. ഓക്കെ, so next question, which of the following feature may be used to differentiate hemophilia A from von Willebrand disease? B. BI, CI പിന്നെ രണ്ടിലും ഫാക്ടർ 8ന്റെ പ്രശ്നമുണ്ട് അല്ലേ? അത് ഏത് പാത്വേ ആയിരുന്നു? ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് പാത്വേ ആണോ ഫാക്ടർ 8? ഇൻട്രിൻസിക് പാത്വേ ആണ്. അപ്പം ഏതാണ് പ്രൊലോങ്ഡ് ആയിട്ട് വരിക? പ്രോത്രോംബിൻ ടൈം ആണോ APTT ടൈം ആണോ? ഏതാണ് പ്രൊലോങ്ഡ് ആയിട്ട് വരുന്നത്? APTT ആണ് പ്രൊലോങ്ഡ് ആയിട്ട് വരുന്നത് അല്ലെ? പ്രോത്രോംബിൻ ടൈമിനെ അവിടെ എഫക്ട് ചെയ്യുന്നില്ല അല്ലെ? രണ്ടും ഫാക്ടർ 8 തന്നെയാണ്. അപ്പൊ ഇനി ഒന്ന് ആൻസർ ചെയ്തേ. ഹീമോഫിലിയ ഈസ് എ ബ്ലീഡിംഗ് ഡിസോർഡർ ഓർ ക്ലോട്ടിംഗ് ഡിസോർഡർ? ചാറ്റ് ബോക്സിൽ സി ആൻസർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? സി ആണെങ്കിൽ രണ്ടിലും ഫാക്ടർ 8 വരുന്നില്ലേ? അപ്പൊ രണ്ടിലും APTT ടൈം വിൽ ബി പ്രൊലോങ്ഡ് ആയിരിക്കില്ലേ? നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള പോയിന്റ് ആണ് ചോദിക്കുന്നത്. രണ്ടിലും ഫാക്ടർ 8 ആയതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. ഹീമോഫീലിയ ഒരു ക്ലോട്ടിംഗ് ഡിസോർഡർ അല്ലേ? അവിടെ ബ്ലീഡിംഗ് ടൈമിനെ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. ബ്ലീഡിംഗ് ടൈം വെച്ചിട്ടല്ലേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വോൺ വിൽബ്രാൻഡ് ഡിസീസിലെ ബ്ലീഡിംഗ് ആൻഡ് ക്ലോട്ടിംഗ് ഈസ് അബ്നോർമൽ, ബട്ട് ഇൻ ഹീമോഫീലിയ എ ബ്ലീഡിംഗ് ഈസ് നോർമൽ. അവിടെ ക്ലോട്ടിംഗ് ഡിസോർഡർ, ക്ലോട്ടിംഗ് ഫാക്ടറിൽ മാത്രമല്ലേ ഡെഫിഷ്യൻസി വരുന്നുള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? So next question, the following lab determinant is abnormally prolonged in ITP. ITP യിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചോദ്യം. ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറയിൽ. സിമ്പിൾ അല്ലേ? ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരുന്നു കോസ്? എന്തായിരുന്നു? ബ്ലീഡിംഗ് ടൈം അല്ലേ? അവിടെ ആന്റിബോഡീസ് ആർ എഗെയിൻസ്റ്റ് പ്ലേറ്റ്ലെറ്റ് ആണ് അല്ലെ? അപ്പൊ ബ്ലീഡിംഗ് ടൈം ആണ് അതിന്റെ ആൻസർ. സോ ലാസ്റ്റ് ക്വസ്റ്റൻ ആണിത്. ത്രോംബോസൈറ്റോപീനിയ occurs in all except HSP, TTP, DIC, Wiskott-Aldrich syndrome. Thrombocytopenia
ഇല്ലാത്തത് ഏതിലാണെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? Visco-Dalton syndrome നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഡിഫക്റ്റിൽ പറഞ്ഞതാണ്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ കോസ് ത്രോംബോസൈറ്റോപീനിയ. DIC-യിൽ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവാം. TTP ഈസ് ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂര. സോ എവിടെയും ത്രോംബോസൈറ്റോപീനിയ ഉണ്ട്. സോ ഇതിന്റെ ആൻസർ വന്നിട്ട് HSP ആണ്. ഓക്കെ, HSP ഹെനോക്സിനോൾ പർപ്യൂര പഠിച്ചത് ഓർമ്മ ഉണ്ടാവുന്ന ഏതിലാണ് നമ്മൾ പഠിച്ചത്? വാസ്കുലൈറ്റിസ് ആണ്. അപ്പൊ അവിടുത്തെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്കുലൈറ്റിസ് ആണ്. പർപ്യൂർ ഉണ്ടാവാനുള്ള കോസ് ഇറ്റ് ഈസ് വാസ്കുലൈറ്റിസ്, നോട്ട് ത്രോംബോസൈറ്റോപീനിയ. ഓക്കെ, അപ്പൊ ഇതില് വിസ്കോ-ടാൽറിഡ് സിൻഡ്രോം അത് എന്താണെന്ന് നോക്കിയേക്കാം. ഇതൊരു എക്സ്-ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. അപ്പൊ ഇതിനൊരു എന്താ ഒരു ട്രയാഡ് ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഏതാണെന്ന് വെച്ചാൽ ഒന്ന് എക്സീമ, ദെൻ ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ വരുന്ന ട്രയാഡ്. ഇതിൽ ത്രോംബോസൈറ്റോപീനിയ ഉള്ളതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് പ്രസന്റ് ചെയ്യാം, ബ്ലീഡിംഗ് എപ്പിസോഡ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ചില ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ ഡെഫിഷ്യൻസി ഇവിടെ ഉണ്ടാവും, ലൈക്ക് IgG ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു ട്രയാഡ് പ്ലസ് എക്സീമ. അപ്പൊ ഇവിടുത്തെ ഒരു പ്ലേറ്റ്ലെറ്റിന്റെ പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ വിസ്കോ-ടാൽറിഡ് സിൻഡ്രോമിലെ പ്ലേറ്റ്ലെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് പ്ലേറ്റ്ലെറ്റിന്റെ നമ്പറിൽ കുറവുണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ സൈസും കുറവായിരിക്കും. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിസ്കോ-ടാൽറിഡ് സിൻഡ്രോം. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് ഡിക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് സൈസ് ആണ്. പിന്നെ അതുപോലെ തന്നെ there will be impaired platelet aggregation response. ഓക്കെ, പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷനെയാണ് അത് ബാധിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ റെസ്പോൺസ് വിൽ ബി impaired. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ട്രയാഡ് എന്ന് ഓർത്തിരിക്കുക: എക്സീമ, ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. Okay, so it's the X-linked recessive disorder.